ചങ്ങാതിമാരെ നല്ല പഴുത്ത നാട്ടുമാങ്ങ ഉണ്ടെങ്കിൽ ദേ നല്ല കിടിലോസ്കി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി അങ്ങ് തകർക്കാം കേട്ടോ. ഇതങ്ങ് ഇളകി മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതി വരാത്ത ഏതെങ്കിലും മലയാളിമാരുണ്ടോ? അപ്പോൾ ഒന്നും നോക്കണ്ടേ എൻ്റെ ചങ്ങാതി, അതിന് മുകളിലേക്ക് ആ താളിപ്പും കൂടെ ഇട്ട് ഒരു പൊളിക്കലുണ്ട് എൻ്റെ ചങ്ങാതി. അപ്പം നമ്മുടെ ഷെഫിന് പുതിയ ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ട്, ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തതുണ്ട്, ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി വിതറാൻ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതി. ആദ്യം തന്നെ നല്ല പഴുത്ത മാങ്ങ ദേ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന കലാപരിപാടി കേട്ടോ. അവനെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്. ഒരു ഹായ് എന്ന് മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ അയച്ചാൽ ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ദേ സെറ്റാക്കി അതിന് ശേഷം സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ദേ ഇതിലേക്ക് ചട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചട്ടി വെച്ച ശേഷം കരിയുന്നതിന് മുമ്പ് തന്നെ ലേശം വെള്ളം ഒഴിച്ച് ദേ ഇവനൊന്ന് സെറ്റാക്കി എടുക്കുക. ലേശം വെള്ളം എടുത്താൽ പഴമാങ്ങ ഇങ്ങനെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പഴമാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് സൈഡിൽ നിന്നൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ലോ മോഷൻ തന്നെ ഇളക്കാവുള്ളൂ കേട്ടോ. സ്ലോ മോഷൻ ഇതേ ഇവനെ ഒന്ന് ഇളക്കി ഇതേ ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് അവനൊന്ന് ലേശം ഒന്ന് കുറുകി വരണം കേട്ടോ. വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. ആ സമയത്ത് നല്ല ശർക്കരപ്പാനി, കുറുകിയ ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ ദേ അവനത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിക്കുക കേട്ടോ കേട്ടോ. എന്നിട്ട് അവനത് ഇതുപോലെ തീയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ശർക്കരപ്പാനിയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്ക് മാങ്ങ അടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ആ സംഭവമൊക്കെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി എൻ്റെ ചങ്ങാതി. ഒരു സംഭവമാണ് തിളച്ച് മറിയുമ്പോൾ തന്നെ ഒരു സ്മെല്ല് കേട്ടോ എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ, അപ്പോഴേക്കും എന്താ ഇതുപോലെ സ്ലോ മോഷൻ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തേക്ക് കേട്ടോ. സൈലായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറുകൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിക്കാൻ മറക്കല്ല. നമ്മുടെ പേജിൻ്റെ അകത്ത് നമ്പർ കിടപ്പുണ്ട്, മറക്കല്ല, ഓർഡർ ചെയ്ത് പൊളിച്ചോ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ലേശം ഒന്ന് കുറുകി വരുമ്പോൾ അതിന് മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചു. ഇത് വെറൈറ്റി റെസിപ്പി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ എൻ്റെ ചങ്ങാതി പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ഇത് മാത്രം കൂട്ടി നമുക്കൊരു ചെമ്പ് ചോറുണ്ണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സിയിൽ ജാറെടുക്കുക. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ലേശം തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ തൈര് ഒഴിച്ചിടുക. അധികം പുളിയുള്ള തൈരല്ലായിരിക്കും നല്ലത് കേട്ടോ. ലേശം മഞ്ഞപ്പൊടി ഇടുക, ലേശം ചില്ലി പൗഡർ ഇടുക. ഓവർ കളറുള്ള ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളർ കിട്ടത്തില്ല, ഒന്ന് ചുമന്ന് പോകും കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലിയിൽ സാധാ ചില്ലി ആയാലും ഇട്ടാൽ മതി. ലേശം വെള്ളം കൂടെ ഒഴിച്ച് കുഴമ്പ് രൂപത്തിൽ പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി എടുത്ത ശേഷം ആ വെള്ളം വറ്റി ഒന്ന് കുറുകി ആ മാമ്പഴം ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ഈ അരപ്പങ്ങ് ഇട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇവനെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുക. ആ സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ ചൂടായി വരുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും കേട്ടോ. എൻ്റെ ചങ്ങാതി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല. എൻ്റെ കണ്ണും തള്ളി വരുന്ന വായിക്കാത്ത ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം കേട്ടോ എൻ്റെ ചങ്ങാതിമാർ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ലേശം ഉപ്പ് വാരി വിതറുക. ഉപ്പ് വാരി വിതറിയ ശേഷം ഇവനെ സ്ലോ മോഷൻ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. സ്ലോ മോഷൻ മിക്സ് ചെയ്യുന്ന മാങ്ങ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് പൊടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്ലോ മോഷൻ മിക്സ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഇവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ സ്റ്റൈലായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കലാപരിപാടിയാണ്. അതിന് വേറെ ഒരു പാൻ എടുക്കുക. പാൻ എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നെയ്യ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച ശേഷം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുകൊന്ന് 4ആയിട്ട് 5ആയിട്ട് 6ആയിട്ടൊക്കെ പൊട്ടി വരുമ്പോഴേക്ക് ഉലുവ ഇട്ടൊന്ന് മൂപ്പിക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മൂത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് വേണേൽ വേറെ എണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ നെയ്ക്കകത്താണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും സൂപ്പർ കേട്ടോ. എന്നിട്ട് മുളക് 2ആയി കീറിയതോ 3ആയി കീറിയാലും ചുവന്ന മുളക് എടുത്ത് ഇതിലിട്ട് ഇങ്ങനെ മൂപ്പിക്കുക. കരിക്കല്ല് മൂപ്പിക്കാവുള്ളൂ. മൂപ്പിച്ചൊന്ന് ഒരു പാകത്തിനായി വരുമ്പോഴേക്ക് കറിവേപ്പില എടുത്തൊരു മറിക്കുക കണ്ടോ. ഇതുപോലെ കറിവേപ്പില എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് മൂപ്പിക്കുക. ആ നെയ്ക്കകത്ത് കിടന്ന് മൂക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. എന്നിട്ട് നേരെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് കറിവേപ്പില സൈഡിലേക്ക് കൂടെ വെച്ചാൽ ഭംഗിയായി, സാധനം സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഇവനെ അങ്ങ് സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി. അപ്പം ചെറു ചൂടിലൊരു സ്മെല്ല് വരാൻ തുടങ്ങി എൻ്റെ ചങ്ങാതി. ഉച്ചക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരെയും കിളി പോകും കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ചോറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചെമ്പ് ചോറുണ്ട്, ഒരു മാങ്ങയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മുടെ കിടുക്കാച്ചി ബീഫ് ഇടിച്ചത്, അതുപോലെ ഫിഷ് അച്ചാർ, ചിക്കൻ അച്ചാർ, കേരമീൻ, ഇതുപോലെ അച്ചാറുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂട് ചോറിലേക്ക് ആ മാമ്പഴത്തിൻ്റെ ഒരു പീസും ഇച്ചിരി അരപ്പും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് സ്റ്റൈലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് നമ്മുടെ ബീഫ് ഇടിച്ചതും കൂടെ സൈഡിലേക്ക് അങ്ങ് മേടിച്ചിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ആ പിള്ളേരങ്ങ് ഒരൊറ്റ പിടുത്തം പിടിക്കുന്നത് കണ്ടോ.
ഒരു രക്ഷയില്ല കേട്ടോ, പിള്ളേർക്ക് പോലും കൊതി വരും കേട്ടോ, അത്ര നല്ല കിടുക്കാച്ചി മാമ്പഴ പുളിശ്ശേരി കേട്ടോ. നമ്മുടെ ചെക്കൻ എടുത്ത് അത് സാധനം എടുത്ത് മൊത്തം വായിലേക്ക് തള്ളി കയറ്റും കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ കിളി പറഞ്ഞു. അതിനുശേഷം അവൻ്റെ ഇത് ഓരോന്നായിട്ട് ആ മാമ്പഴ പുളിശ്ശേരിക്കുന്ന മാമ്പഴമൊക്കെ നല്ല നാരുള്ള മാമ്പഴമൊക്കെ ആണെങ്കിൽ ഭയങ്കര രസം കേട്ടോ. ചീമ്പി കഴിക്കണം. കണ്ണ് തള്ളുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇതുപോലെയുള്ള കിടുക്കാച്ചികൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതറാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ കിടുക്കാച്ചി അച്ചാറുകൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പേജിൻ്റെ അകത്ത് നമ്പർ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്, ഓർഡർ ചെയ്ത് വരുത്തി പൊളിക്കുക എൻ്റെ ചങ്ങാതി.